നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം ആചാര്യസഭയ്ക്കും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ 4ാം ഘട്ട മത്സരങ്ങളാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുത്തൻ രൂപത്തിലും ഭാവത്തിലും പുത്തൻ ദൃശ്യാനുഭവമായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ 2 റൗണ്ടുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്: സംവാദവും കഥാപാത്ര ഭാവ അവതരണവും. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ആദ്യം ആരംഭിക്കാം. വജ്രവ്യൂഹം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ വജ്രവ്യൂഹത്തിൽ ആരൊക്കെയാണ് മത്സരിക്കാൻ വരുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം ചിന്മയ വിദ്യാലയം കൊല്ലം. അപ്പൊ നമ്മുടെ 2 സ്കൂളിലെ കുട്ടികളും എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് തുടങ്ങാം. എൻ്റെ പേര് അഞ്ചിമ, ഞാൻ 9ൽ പഠിക്കണം. ധനലക്ഷ്മി 10ൽ പഠിക്കണം. അഞ്ചിമ ലക്ഷ്മി, അതാണ്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സൈഡില് നിരുപമ +1, ഗോവിന്ദരാജ് 8th. ഇന്നത്തെ ഡിബേറ്റിനുള്ള വിഷയം ആരാ പറയാൻ പോകുന്നത്? ഗോവിന്ദരാജ് പറയുന്നോ? യുദ്ധത്തിന് മുന്നോടിയായി കൗരവ സഭയിലേക്കുള്ള ശ്രീകൃഷ്ണന്റെ ദൂത് വിഫലമോ? ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംവദിക്കാൻ പോകുന്നത് അല്ലേ? അനുകൂലം കിട്ടണമെന്നാണോ പ്രതികൂലിച്ച് പറയാൻ കിട്ടണമെന്നാണോ ആഗ്രഹം? പ്രതികൂലിക്കാനാണ് ആഗ്രഹം. ഇവിടെയോ? 2 കൂട്ടർക്കും പ്രതികൂലിക്കാം. എന്നാ പിന്നെ ഇവരെ 2 പേരും പ്രതികൂലിക്കാൻ വിട്ടിട്ട് നമ്മുടെ ലക്ഷ്മി ടീച്ചറിനെ അനുകൂലിക്കാൻ വിട്ടാലോ? ഞാൻ അനുകൂലിക്കും. ആണല്ലേ? അതാ ഇഷ്ടം. അതാണ്. പക്ഷെ ഈ 4 പേരുടെ അടുത്ത് മുട്ടാൻ പറ്റുമോ? ഇല്ലല്ലേ? ബുദ്ധിമുട്ടാണ്. ടീച്ചർ മിടിക്കാണ്. എന്നാലും ഈ 4 പേരും കൂടെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്. അപ്പൊ അത് വേണ്ട അല്ലേ? ഇനി നിങ്ങളൊക്കെ അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ സംസാരിക്കേണ്ടത് നമുക്ക് അറിയണ്ടേ? അത് തീരുമാനിക്കുന്നത് ഞാനല്ല, സ്വാമിജിയാണ്. അപ്പൊ നമുക്ക് സ്വാമിജിയുടെ അടുത്ത് പറയാം. സ്വാമിജി ആ ബൗളിനകത്തുനിന്ന് ഒരു ലോട്ട് എടുത്ത് നോക്കും. അതിൽ ആരുടെ പേരാണോ വരുന്നത് അവരാണ് അനുകൂലിച്ച് സംസാരിക്കേണ്ടത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ. അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂര് അനുകൂലിച്ച് സംസാരിക്കണം. ഓക്കെ, ഇനി അടുത്തതും കൂടെ ഒന്ന് കാണിക്കാമോ സ്വാമിജി? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ചിന്മയ വിദ്യാലയം കൊല്ലം പ്രതികൂലിച്ച് സംസാരിക്കുന്നു. നിനക്ക് സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി. പിന്നെ എക്സ്പ്രഷൻ കിങ് ആണ്. സന്തോഷമായില്ലേ? സന്തോഷമായ? ഇതാണ് മൊത്തത്തിലുള്ള റിയാക്ഷൻ അല്ലേ? ഇതിനെ അഭിനയിക്കാൻ എന്താണ് നിങ്ങളുടെ ടീച്ചേഴ്സ് ഇവിടേക്ക് വിടാഞ്ഞത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു ഡിബേറ്റ് നിയന്ത്രിക്കുന്നത് ഞാനല്ല, ലക്ഷ്മി ടീച്ചറാണ്. അപ്പൊ നമുക്ക് ലക്ഷ്മി ടീച്ചറെ വേദിയിലേക്ക് വിളിക്കാം. ലക്ഷ്മി ടീച്ചറെ. അപ്പൊ 2 കൂട്ടരും ആഗ്രഹിച്ചത് പ്രതികൂലിക്കാനാണെങ്കിൽ അവസരം അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഒരു കൂട്ടർക്ക് അനുകൂലിച്ചേ പറ്റൂ. അപ്പൊ എന്റെ കുട്ടികളെ ഞാൻ ടീച്ചറെ ഭദ്രമായി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളുടെ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നു. യുദ്ധഭൂമിയിൽ യുദ്ധത്തിനു മുൻപ് ശ്രീകൃഷ്ണ ഭഗവാൻ കൗരവ സദസ്സിൽ നടത്തിയ ദൂത് വിഫലമാണോ എന്നതാണ് ചോദ്യം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. യുദ്ധത്തിന് മുൻപ് ശ്രീകൃഷ്ണൻ ദൂതിന് പോകുമ്പോൾ അദ്ദേഹത്തിന് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് അർദ്ധലാഭവും മറ്റേത് അപവാദമില്ലായ്മയും. ആദ്യത്തേത് ശ്രീകൃഷ്ണന് നേടാൻ കഴിഞ്ഞില്ല. എന്നാലും അപവാദമില്ലായ്മ. എല്ലാവരുടെയും മനസ്സിൽ പാണ്ഡവർ യുദ്ധക്കൊതിയന്മാരായിരുന്നു. എന്നാൽ ഈ ദൂതിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീകൃഷ്ണന് വ്യക്തമാക്കാൻ കഴിഞ്ഞു. അതായത് പാണ്ഡവർ യുദ്ധം ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു, എന്നാൽ അത് സാധിക്കാത്തതാണെന്ന് സ്പഷ്ടമായി പറയാൻ ശ്രീകൃഷ്ണന് കഴിഞ്ഞു. നിങ്ങൾക്ക് സംസാരിക്കാം. ശ്രീകൃഷ്ണൻ ദൂത് അയച്ചത് ശ്രീകൃഷ്ണന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. യുദ്ധമുണ്ടായാൽ മനുഷ്യവംശത്തിനും മറ്റു ജീവജാലങ്ങൾക്കും നാശം മാത്രമാണ് ഉണ്ടാകുന്നത്. അത് 1000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ശ്രീകൃഷ്ണൻ നമ്മെ എല്ലാം ബോധിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ദൂത് അയച്ചത്. എന്നാൽ അത് വെറും ഒരു ജലരേഖയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധം നടന്നെങ്കിലും പാണ്ഡവർക്ക് രാജ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞെങ്കിലും അവരുടെ പ്രജകളെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയായിരുന്നു. പഞ്ചപാണ്ഡവ പക്ഷത്ത് പഞ്ചപാണ്ഡവരും സാത്യകിയും ശ്രീകൃഷ്ണനും മാത്രമാണ് അവശേഷിച്ചത്. അതൊരു പൂർണ്ണ വിജയമായി കാണാൻ കഴിയുമോ? അവരിൽ പകുതി പേരും മരിച്ചു, അല്ലെങ്കിൽ അവരുടെ പകുതി പ്രജകളും നഷ്ടപ്പെട്ടു. അവർക്ക് അതൊരു പൂർണ്ണ വിജയമല്ലല്ലോ. കൃഷ്ണൻ പരമാവധി ശ്രമിച്ചിട്ടും യുദ്ധം നടന്നു. എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു? തീർച്ചയായും അതൊരു പൂർണ്ണ വിജയം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യോഭിജാനാതി കർമ്മഭിർന സബധ്യതേ. അങ്ങനെയിരിക്കെ
കർമ്മം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കൃഷ്ണൻ തന്റെ കർമ്മമാണ് ചെയ്തത്. ദൂത് കൃഷ്ണൻ ഒരു ദൂതനായാണ് പോയത്, അല്ലാതെ ഈ ലോകം അറിയുന്ന കാലജ്ഞനായിട്ടല്ല പോയത്. വെറും ഒരു ദൂതൻ മാത്രമായിട്ടാണ് പോയത്. ഒരു കർമ്മവും പാഴായി പോകുകയല്ല. എല്ലാ കർമ്മത്തിനും അതിൻ്റെതായ സ്ഥാനം ഈ ലോകത്തുണ്ട്. അതെങ്ങനെയാണ് ആകാതിരിക്കുക? പറയൂ, ഇത് വളരെ കൃത്യമായ ഒരു ആശയമാണ്. പാണ്ഡവരെ സംബന്ധിച്ച് ശ്രീകൃഷ്ണൻ അവരുടെ അഭിമാനവും അവരുടെ രാജ്യവും വീണ്ടെടുത്തു കൊടുക്കുക എന്നുള്ള ശ്രീകൃഷ്ണന്റെ കടമയായിരുന്നു. അത് നിറവേറ്റാൻ കഴിഞ്ഞെങ്കിലും അവർക്ക് ഒരു വൻ പരാജയം തന്നെയാണ് അവിടെ ഉണ്ടായത്. തന്റെ പ്രജകളെല്ലാം മരിച്ചിട്ടും തന്റെ രാജ്യം പകുതി നഷ്ടപ്പെട്ടിട്ടും അവർക്ക് എന്ത് വിജയമാണ് അവിടെ ഉണ്ടാവുന്നത്? അത് പരാജയം തന്നെയാണ്. പ്രജകളില്ലാതെ എന്ത് രാജ്യം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കൃഷ്ണദൂത് വിഫലമാണെന്ന് നിങ്ങൾ സമർത്ഥിക്കുന്നത്? ഓരോ ആശയം എടുത്തുകൊണ്ട് പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചു. ശ്രീകൃഷ്ണൻ ദൂത് അയച്ചപ്പോൾ, ദൂത് പോയപ്പോൾ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു, തന്റെ അർദ്ധ സഹോദരന്മാർക്ക് പകുതി രാജ്യം കൊടുക്കുക, അത് സമ്മതമല്ലെങ്കിൽ 5 ദേശം കൊടുക്കുക, അതും സമ്മതമല്ലെങ്കിൽ പാണ്ഡവർക്കായി 5 ഗൃഹങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ 5 പേർക്കുമായി 1 ഗൃഹമെങ്കിലും കൊടുക്കുക എന്നായിരുന്നു ആ ദൂതിൽ പരാമർശിച്ചത്. എന്നാൽ അതൊന്നും സാധ്യമല്ല എന്നായിരുന്നു കൗരവരുടെ വാദം. അതെല്ലാം വിഫലമായി പോയില്ലേ? കൃഷ്ണൻ വച്ചു നീട്ടിയതൊക്കെ വിഫലമായി പോയില്ലേ? എങ്ങനെ പ്രതികരിക്കുന്നു? എന്നാൽ വളരെയധികം പുണ്യം ചെയ്തവരാണ് ഭീഷ്മർ, ദ്രോണർ തുടങ്ങി അവിടെയുള്ള മഹാന്മാർ പലരും. അവർക്ക് ജീവിതം ധന്യമാകുന്ന തന്നെ ഭഗവാന്റെ ഒരു വിശ്വരൂപം, ആ ദൂതിലൂടെ ഭഗവാന്റെ മഹത്തായ വിശ്വരൂപം അവർ മരിക്കുന്നതിന് മുന്നേ അവർക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അതിൻ്റെ ഒരു ഫലം തന്നെയല്ലേ. വിഫലം എന്നാൽ ഫലം ഇല്ലാത്തത്, സഫലം എന്നാൽ ഫലത്തോടു കൂടിയത്. ഒരു ഫലമെങ്കിലും ഉണ്ടെങ്കിൽ അത് സഫലമാണ്. ഈ വിശ്വരൂപ ദർശനം ഒരു സഫലം തന്നെയല്ലേ? കൃത്യമായ അവരുടെ ഒരു ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. സഫലമായി എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത്. കൗരവ പക്ഷത്തുള്ളവരെ സംബന്ധിച്ച് അത് ഫലമായിരുന്നു. എന്നാൽ പാണ്ഡവ പക്ഷത്ത് അത് വൻ പരാജയം തന്നെയല്ലായിരുന്നു. ഇരുപക്ഷക്കാർക്കും അത് ഫലമുണ്ടാകുമ്പോഴാണ് അത് പൂർണ്ണ ഫലമായി തീരുന്നത്. അല്ലാതെ ഒരു പക്ഷക്കാർക്ക് മാത്രം അത് ഫലമായി തീർന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും വിഫലമാവുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ കൗരവർക്ക് സാധിച്ചോ? തീർച്ചയായും സാധിച്ചില്ല. മരണാസന്ന നിലയിൽ കിടക്കുമ്പോൾ ശ്രീകൃഷ്ണനാണോ അത്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും വിശ്വരൂപമാണോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ പുണ്യം അനുഭവിക്കാനോ അവർക്ക് സമയം ലഭിച്ചില്ല. അവർ അത് കണ്ടതോടെ അവർ മരണമടഞ്ഞു കഴിഞ്ഞു. അത് അവർക്ക് വലിയ ഫലമായി ഞാൻ കാണുന്നില്ല. ഭഗവാന്റെ വിശ്വരൂപം വിഫലമാണെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് സൂചിപ്പിക്കാം? ഭഗവാന്റെ വിശ്വരൂപം തീർച്ചയായും സഫലം തന്നെയായിരുന്നു. പക്ഷെ സമയം ലഭിച്ചില്ല എന്ന് പറയുന്നത് അത് തെറ്റാണ്. കാരണം സാമം, ദാനം, ഭേദം, ദണ്ഡം ഇവയാണല്ലോ ചതുരുപായങ്ങൾ. ഇവയിലൂടെ എല്ലാം പോയിട്ടാണ് ഭഗവാൻ യുദ്ധം എന്ന അവസാന പടിയിലേക്ക് കടന്നത്. ഭേദമായിരുന്നു ആ ദൂത് പോലും അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മാത്രമാണ് യുദ്ധം എന്ന കടമ്പയിലേക്ക് പോയത്. അപ്പോൾ ദൂതിന്റെ ചില ഉദ്ദേശങ്ങൾ സഫലമാകുക തന്നെ ചെയ്തു. അപ്പോൾ അത് സഫലം തന്നെയാണ്. മാത്രവുമല്ല, ധൃതരാഷ്ട്രർ അദ്ദേഹമായിരുന്നു രാജാവ്. അദ്ദേഹത്തിന് യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം ചെയ്തതാണ് തെറ്റ്. പാണ്ഡവരുടെ പക്ഷത്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. അവർ പൂർണ്ണമായും ഇത് സഫലം തന്നെയാണ്. ഇനി 2 മിനിറ്റേ ഉള്ളൂ. കൃത്യമായി നിങ്ങളുടെ പോയിന്റുകൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സംസാരിക്കാം. പാണ്ഡവരുടെ പക്ഷം പിടിച്ച് ദൂതുമായി ശ്രീകൃഷ്ണൻ പോയപ്പോൾ തന്റെ അർദ്ധ സഹോദരന്മാർ തന്റെ സഹോദരന്മാരല്ലെന്നും അവർക്ക് അവകാശപ്പെട്ടതൊന്നും തന്നെ കൊടുക്കില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയും ചെയ്തപ്പോഴാണ് യുദ്ധത്തിലോട്ട് നയിച്ചത്. അത് പല നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമായി നമുക്ക് കാണാം. എല്ലാവിധ ഫലങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പൂർണ്ണ ഫലത്തിലോട്ട് നയിക്കുന്നത്. അവിടെ ഒരിക്കലും അത് കാണാൻ സാധിക്കുന്നില്ല നമുക്ക്. യുദ്ധം നാശത്തിലേക്കല്ലേ നയിച്ചത്? നിങ്ങൾക്ക് സംസാരിക്കാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഒരു കർമ്മം ചെയ്താൽ അതിനൊരു മറ്റൊരു വശം ഉണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം. അതിന്റെ ഒരു മറ്റൊരു വശമാണ് മരണം എന്നുള്ളത്. യുഗാന്തരങ്ങൾ കഴിയുമ്പോൾ മറ്റു യുഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ മറ്റൊരു ഭാഗം തന്നെയാണ് മരണം. കർമ്മം ചെയ്തതാണ് ഏറ്റവും വലിയ ധർമ്മം. നിങ്ങൾക്ക് അത്യാവശ്യമായി പറയേണ്ട പോയിന്റ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ളവരെ പോലെയാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ? 2 പേർക്കും ഗണനീയനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ദൂതിന് ഫലം ഉണ്ടാകണമായിരുന്നു. തീർച്ചയായും ഉണ്ടാകണമായിരുന്നു. എന്നാൽ അവിടെ ഒരു ഫലവും കാണാൻ കഴിയുന്നില്ല തന്നെയാണ് എന്റെ വാദം. നിർധനരുടെ കേഴൽ ലോകം കേൾക്കുന്നില്ല. നിർധനർ ഇലയും കായും കനികളും ഒന്നുമില്ലാത്ത ഉണങ്ങിയ മരം പോലെയാണ്. അവർ
ജീവിക്കുന്നത് തന്നെ മരണം പോലെയാണ്. അങ്ങനത്തെ അവസ്ഥയായിരുന്നു യുധിഷ്ഠിരന്. അതിൽ നിന്ന് യുദ്ധത്തിലൂടെ ആണെങ്കിലും അവരുടെ രാജ്യവും അവർ ചോദിച്ചത് മിനിമം ഒരു ഗൃഹമാണ്. അതുപോലും കൊടുക്കാത്തത് കൊണ്ടാണ് യുദ്ധം നടന്നത്. വളരെ നന്നായി, വളരെ നല്ല ആശയങ്ങളായിരുന്നു. നമുക്ക് തൽക്കാലം ഇതിവിടെ അവസാനിപ്പിച്ച് ഭാരത ചേച്ചിയെ അടുത്ത കാര്യക്രമങ്ങൾക്കായിട്ട് വിളിക്കാം. എന്തായാലും താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള വാശിയേറിയ ഒരു ഡിബേറ്റ് സെക്ഷനും കൂടെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നേരെ കമന്റ്സിലേക്ക് പോവാ അല്ലേ സ്വാമിജി? രണ്ടു കൂട്ടരും അവർക്ക് പറയേണ്ട പോയിന്റുകൾ അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കുറഞ്ഞ സമയം കൊണ്ട് അത്രയൊക്കെ അല്ലേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനുശേഷം അവർ പറയാൻ തയ്യാറായിരുന്നു. നിരുപമ ശക്തമായൊരു ഭാഷയുണ്ട്, തർക്കത്തിനെ പറ്റിയൊരു ഭാഷ കയ്യിലുണ്ട്. രണ്ടുപേരും വാദപ്രതിവാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം പോയിൻറ്റ്സുകൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് രാമായണത്തിലൂടെയും ഗീതയിലൂടെയും നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് യുദ്ധമല്ല, അതിൻ്റെയൊക്കെ സന്ദേശം യുദ്ധമല്ല. മാമനുസ്മര യുദ്ധജ എന്ന് ഭഗവാൻ പറഞ്ഞെങ്കിലും അവിടെ ധർമ്മമാണ് പറഞ്ഞത്. ധർമ്മം അനുഷ്ഠിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ധർമ്മം അനുഷ്ഠിക്കാൻ, ധർമ്മം ഒരാൾക്ക് ഒരു യുദ്ധം ധർമ്മമായിട്ട് വരുമ്പോൾ അയാൾക്കത് ചെയ്തേ പറ്റൂ. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ധർമ്മത്തിൻ്റെ ഉദ്ദേശം എന്താ, നിലനിൽക്കേണ്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ശാന്തി സമാധാനം ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ശാന്തിയും സമാധാനവും ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമാണ് രാമായണത്തിലെ യുദ്ധത്തിലും മഹാഭാരതത്തിലെ യുദ്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് യുദ്ധങ്ങളുടെയും പിന്നിൽ അതാണ്. ശാന്തി സമാധാനവും അടുത്ത തലമുറയെങ്കിലും അനുഭവിക്കണം. കാരണം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലാണോ അധർമ്മം വർദ്ധിച്ചു വരുന്നത് അവിടെ അശാന്തി ഉണ്ടാവും. അവർക്ക് മാത്രമല്ല, അവർ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണെങ്കിൽ ആ പ്രജകളിലേക്കും അത് വ്യാപിക്കും. ഭഗവാൻ അതിൻ്റെ പരമാവധി ക്ഷമയുടെ നെല്ലിപ്പലക വരെ പോയിട്ടുണ്ട്. അതുപോലെ ശ്രീരാമ ഭഗവാനും അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് രാവണൻ്റെ മുമ്പിൽ. അത്രയും ക്ഷമയുടെ മൂർത്തികളായിരുന്നു അവർ. അപ്പോൾ ക്ഷമ കൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യം നടന്നു എന്ന് വരില്ല. അപ്പോൾ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ യുദ്ധവുമാകാം എന്നുള്ള ഒരു സന്ദേശം മാത്രമേ ഇവിടെ ഉള്ളൂ. രണ്ടുപേരും നന്നായി വാദിച്ചു. നമസ്കാരം. നന്ദി സ്വാമിജി. രാധാകൃഷ്ണൻ സർ? രണ്ടുപേരും അവരവർക്ക് പറയാനുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു. പറഞ്ഞ കാര്യത്തിൽ വ്യക്തതയും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും കൂടി എത്തിയ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ യുദ്ധം അനിവാര്യമായിരുന്നു, അത് നടന്നു എന്നുള്ളതാണ്. അക്കാര്യത്തിൽ രണ്ടുപേർക്കും യോജിപ്പാണ്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രണ്ടുപേർക്കും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ശ്രീകൃഷ്ണൻ്റെ ദൂത് വിജയിച്ചില്ല എന്നും, അതല്ല ദൂത് വിജയിച്ച് പക്ഷേ യുദ്ധം നടന്നു എന്നാണ് ഇവർ പറയുന്നത്. ദൂത് വിജയിച്ചില്ല പക്ഷേ യുദ്ധം നടന്നു. അപ്പോൾ യുദ്ധം നടന്നു എന്ന വസ്തുത അംഗീകരിച്ചുകൊണ്ടാണ് രണ്ടു കൂട്ടരും സംസാരിച്ചത്. അങ്ങനെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും പറ്റൂ, അത്രയും നന്ന്. പക്ഷേ ഒരു കാര്യം, മഹാഭാരതത്തിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരിക്കലും യുദ്ധം ചെയ്യരുത് എന്നാണ്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശാന്തി പർവ്വത്തിൽ രാജധർമ്മ അനുശാസന പർവ്വമുണ്ട്. ഏതാണ്ട് 9000 ശ്ലോകമാണുള്ളത്. ലോകത്ത് ഇന്ന് വരെ വിഭാവനം ചെയ്തിട്ടുള്ള രാഷ്ട്രവ്യവഹാരത്തിൻ്റെ തത്വവും പ്രയോഗവും കലയും ശാസ്ത്രവും സവിസ്തരം പ്രതിപാദിക്കുന്നതാണ് ഈ ശ്ലോകങ്ങൾ. അത് പറയുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷ്മരാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ യുദ്ധം ജയിച്ച് ചക്രവർത്തിയാകാൻ പോകുന്ന തൻ്റെ കൊച്ചുമകൻ യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ അനുജന്മാർക്കും ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ നൽകുന്നതാണ് ഈ ഉപദേശം. അദ്ദേഹം യുധിഷ്ഠിരനെ അടുത്ത് വിളിച്ചിട്ട് പറയും, ഉണ്ണി മഹാരാജാവേ, നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. പറയുന്നത് ആരാണ്? അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ സൈന്യാധിപനാണ്, ഏറ്റവും വലിയ യോദ്ധാവാണ്, മഹാരഥിയല്ല ഏകരഥിയുമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ അനവധിയാണ്. ഇങ്ങനെ അനവധി യുദ്ധം നടത്തി ജയിച്ചിട്ടുള്ള ഭീഷ്മരാണ് പറയുന്നത്, ഉണ്ണി മഹാരാജാവേ, നീ കഴിയുമെങ്കിൽ യുദ്ധം ചെയ്യരുത്. എന്താ കാരണം? യുദ്ധം ജയിക്കാൻ നിനക്ക് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും വേണം. ആ ഭാഗ്യം എപ്പോഴും നിൻ്റെ കൂടെ ആയിരിക്കില്ല. ഇതാണ് മഹാഭാരതത്തിന് നൽകുന്ന സന്ദേശം. ശ്രീകൃഷ്ണൻ പറഞ്ഞത്, ഞാനിത് ശ്രമിക്കുന്നത് പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചു പോകുന്ന ദൂതാണ്, അല്ലാണ്ട് വിജയിക്കുമെന്ന് കരുതി പോയതല്ല. പരാജയപ്പെടും,
പക്ഷെ പരാജയപ്പെട്ടാലും ഒരു മഹാദുരന്തം ഒഴിവാക്കുന്നതിന് വേണ്ടി തനിക്ക് കഴിയാവുന്ന കാര്യം ചെയ്തു എന്ന് സ്വയം ബോധ്യമാകാൻ വേണ്ടിയാണ് ആ ദൂത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മനോഹരമായി പറഞ്ഞു. താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ? ഗംഭീരമായി, നല്ല വാദങ്ങളായിരുന്നു. പ്രത്യേകിച്ചും രണ്ട് പക്ഷവും കൂടി ചേർന്നുകൊണ്ട് എത്തിയ നിഗമനവും വളരെ കൃത്യമായ നിഗമനം തന്നെയായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, കൊടിയ അധർമ്മം നടക്കുമ്പോൾ, വലിയ വലിയ നമ്മൾ മനസ്സിൽ ആദരവോടെ കരുതിയിരുന്നവരിൽ നിന്നും അധർമ്മം പ്രവർത്തിക്കപ്പെടുമ്പോൾ, നാട് നശിക്കാൻ പോകുന്നു എന്ന് നമ്മൾ ആകുലപ്പെടുമ്പോൾ, ലോകത്തെല്ലായിടത്തും അനീതി വർദ്ധിക്കുമ്പോൾ ഒരു അരുത് എന്ന സ്വരത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആ സ്വരം പക്ഷെ വളരെ ചെറുതായിരിക്കാം, അത് ചെലുമ്പിച്ച ശബ്ദമായിരിക്കാം, അതിന് വലിയ ശക്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കീജയ് വിളിക്കാൻ പിറകിൽ ആയിരങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ശബ്ദം മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ഒരനീതി നടക്കുമ്പോൾ നമ്മൾ ഒരാളെങ്കിലും അരുത്, അത് ചെയ്യരുത് എന്ന് പറയാൻ സാധിച്ചാൽ അവനെയല്ലേ നമ്മൾ ധീരൻ എന്ന് വിളിക്കുന്നത്? അതാണ് മഹാഭാരതത്തിൽ കൃഷ്ണദൗത്യം വിജയിച്ചു എന്നതിന് ഏറ്റവും വലിയ തെളിവ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ യുദ്ധത്തിന് ദൂതിന് പോകുന്നതിന് മുൻപ് കൃഷ്ണൻ എല്ലാവരോടും പോയി ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് യുദ്ധം വേണ്ട, ഇത്രയും ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യുദ്ധം നമുക്ക് വേണ്ട. അങ്ങനെയാണ് കൃഷ്ണൻ അത് പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരാൾ മാത്രം, അതാരായിരുന്നു? ദ്രൗപദിയായിരുന്നു. കേശമിതു കണ്ടു നീ കേശവാഗമിക്കേണം എന്ന് പറഞ്ഞു. എന്റെ അഭിമാനം സംരക്ഷിക്കാൻ യുദ്ധം സംഭവിക്കണം. അപ്പൊ ചിലയിടത്ത് സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കാൻ യുദ്ധം സംഭവിച്ചേ മതിയാകൂ. സ്ത്രീ എന്ന് പറഞ്ഞാൽ രാജ്യം തന്നെയാണ്. അതാണ് മഹാഭാരതത്തിലൂടെ എനിക്ക് തോന്നുന്ന ഒരാശയം. താങ്ക് യു ടീച്ചർ. അപ്പോൾ നല്ല കമന്റ്സ് ആണ് കേട്ടത്. ഇനി നേരെ മാർക്സിലേക്ക് പോവാം അല്ലേ? സ്വാമിജി, ഓരോ സ്കൂളിനും ഔട്ട് ഓഫ് 10 എത്ര മാർക്സ് ആണ് കൊടുക്കുന്നത്? 2 സ്കൂളിനും 8 മാർക്ക് വെച്ച് കൊടുക്കും. മനസ്സിലായോ? 2 സ്കൂളിനും 8 മാർക്ക്. സർ? 2 പേർക്കും 8 മാർക്ക് വെച്ച്. വീണ്ടും 8 മാർക്ക് 2 കൂട്ടർക്കും. ഈശ്വര, ഞാനൊരു വിഷമവൃത്തത്തിലായി. ഞാൻ പണ്ട് മുതലേ ശീലിച്ചേക്കണത് മഹാജനോ ഏനഗത സപന്ഥ എന്നാണ്. മഹാത്മാക്കൾ പോയ വഴിയെ പോണം എന്നാണ്. ഇവർ രണ്ടുപേരും കൃത്യമായ വഴി പിന്തുടർന്ന സ്ഥിതിക്ക് ഞാൻ 2 പേർക്കും 18 മാർക്ക് വീതം കൊടുക്കും. സൂപ്പർ, നല്ല മാർക്സ് ആണ് കിട്ടിയതല്ലേ? ഇനി ടോട്ടൽ അറിയണ്ടേ? ഇനിയിപ്പോ 2 കൂട്ടർക്ക് അങ്ങനെ സർപ്രൈസ് സസ്പെൻസ് ഒന്നുമില്ല, ആര് ഫസ്റ്റ് ആര് സെക്കൻഡ് എന്നല്ലേ. 2 കൂട്ടർക്ക് ഒരേ മാർക്കാണ്. ആ മാർക്കാണ് 34, 34 ഔട്ട് ഓഫ് 40. 2 സ്കൂളുകാർക്കും അപ്പോൾ ഒരേ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വാദിച്ചതും ഇതൊക്കെ നന്നായി എന്ന് അർത്ഥം അല്ലേ? അപ്പോൾ മാർക്കൊക്കെ നന്നായിട്ട് കിട്ടി. ഇനിയിപ്പം ഒറ്റ കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നമ്മളുടെ എല്ലാ കുട്ടികളും അവരുടെ മാതാപിതാക്കളും ടീച്ചേഴ്സൊക്കെ നമ്മളുടെ ഈ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇട്ട് വരുന്നുണ്ട്. ഇന്ന് ധനലക്ഷ്മി ഇവിടെ വരുന്ന സമയത്ത് നല്ല പനിയാണ്. ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത്, നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നൊക്കെ അവസരമുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു എഫേർട്ട് ഇട്ട് ഇവിടെ നിൽക്കുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക് യു. അപ്പം നമ്മളുടെ വജ്രവ്യൂഹം ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പോകാം മകരവ്യൂഹത്തിലേക്ക്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതം ദേ മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ ആചാര്യസഭയിലെ മുരളിമേനോൻ ചേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേട്ടാ സ്വാഗതം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഈ വേദിയിൽ പെർഫോം ചെയ്യാനുള്ള കുട്ടികളെയാണ്. നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. AKNM MAM HSS കാട്ടുകുളം. നമസ്കാരം, ഞങ്ങൾ കാട്ടുകുളം സ്കൂളിലത്തെ വിദ്യാർത്ഥികളാണ്. ഞങ്ങളിന്നിവിടെ രാവണനെയാണ് അവതരിപ്പിക്കുന്നത്. രാവണൻ്റെ ശൃംഗാരം, രൗദ്രം, വീരം എന്നീ ഭാവങ്ങളാണ്. ഞങ്ങളെ ഇതിന് തയ്യാറാക്കിയ എല്ലാ ടീച്ചേഴ്സിനും നന്ദി. ഈ റൗണ്ടിൽ ഞങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നതന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നന്ദി. അല്ല, ആരൊക്കെയാ പേര് പറഞ്ഞു? വൈഗ. വൈഗ എത്രാം ക്ലാസ്സിലാ? 7. എൻ്റെ പേര് ദുർഗ, ഞാൻ 9ാം ക്ലാസ്. 9ാം ക്ലാസ്സില്. നിവേദ് 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സില്. ഒരു രക്ഷയില്ലാട്ട്. എന്തായാലും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ നല്ല അടിപൊളി ആർട്ടിസ്റ്റുകളാ. മുഖത്തേക്കൊക്കെ നോക്കുമ്പോഴേ
ആളെ തിരിച്ചറിയുന്നില്ല. നമ്മുടെ വേദിയിൽ മുമ്പ് വന്നിട്ടുള്ള ആൾക്കാരാ. ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ആരെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഏത് ക്യാരക്ടറാണ്? രാവണൻ. ഓക്കെ. ഇനി രാവണന്റെ ഏതൊക്കെ കഥ എന്താ പറയാ ഭാവങ്ങളാണ് ചെയ്യുന്നത്? രാവണന്റെ ശൃംഗാരം, ശൃംഗാരം, വീരം, വീരം, രൗദ്രം. രൗദ്രം. എന്തായാലും രാവണന്റെ ശൃംഗാരം ഞാൻ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. രാഗയുക്തരും മധുരസനരും മദനാർത്തരുമായ കിന്നരന്മാർ അതാ അതാ പാടുന്നു. കാറ്റിൽ, ഈ കാറ്റിലാടുന്ന മരങ്ങൾ പൂമഴ പെയ്യിക്കുന്നു. കാന്തിമതി, നീ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ ഭ്രമിപ്പിക്കുന്നു. കടമ്പുകൾ, കൈതകൾ, പുന്നകൾ, പൂത്തുലഞ്ഞ മാവുകൾ, ഈ സുഗന്ധങ്ങളെല്ലാം ഒന്നിച്ച് വന്ന പോലെ പേടമാൻ മിഴിയാൾ, അലങ്കൃത തുടുത്ത കവിളുകൾ, കലിക പോലുള്ള നാസിക, പനിനീർദളം പോലുള്ള അധരങ്ങൾ. സമയമെടുത്ത് സൃഷ്ടി നടത്തിയ തനു. ദേവി രംഭേ, ആർക്ക് ഭാഗ്യമേകാനാണാവോ ഈ യാത്ര? അങ്കവടിവൊത്ത ഭവതി ഇളകി ഇളകി നടന്നു കയറിയത് ഈ ഹിമപ്രാന്തത്തിലേക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ്. വരൂ, മുപ്പാരിനും ദേവനാണ് നാം. നമ്മെ പ്രാപിക്കൂ. ഇന്ദ്രനും വിഷ്ണുവും അശ്വനികളുമെല്ലാം നമുക്ക് താഴെ. ദേവി, ഈ പൗലസ്ത്യൻ രാവണൻ ഇതാ കൈകൂപ്പി വീണ്ടും വീണ്ടും യാചിക്കുന്നു. ഈ സൗന്ദര്യം രാവണനെ കീഴടക്കിയിരിക്കുന്നു. ദേവി രംഭേ, സോദരനായ ധനതനെ നാം വെന്നു. തുടർന്ന് സുവർണ ശരവണത്തിലെത്തി. നല്ല കാടുകൾ നിറഞ്ഞ ഒരു വൻമല. അവിടെ എത്തിയതും പുഷ്പകം സ്തംഭിച്ചു. ആ സമയം
കറുത്ത് കുറുകിയ ശങ്കര കിങ്കരൻ അവിടെ വന്ന് പറഞ്ഞു, ശൈലത്തിൽ ശങ്കരൻ ക്രീഡിക്കുന്നു. ഇപ്പോൾ ഈ പർവ്വതം സർവർക്കും അഗമ്യമാണ്. തിരികെ പോവുക. ആരാണ് ഈ ശങ്കരൻ? നാം ചാടിയിറങ്ങി. ത്രിലോകത്തെ ജയിച്ച നമുക്കെന്ത് ശങ്കരൻ? മാർഗം തടഞ്ഞ ആ പർവ്വതത്തെ നാം വേരോടെ പറിച്ചെടുത്തു. എങ്ങനെയെന്നല്ലേ? നാം ആദ്യം കൈകൾ പർവ്വതത്തിലേക്കിട്ടു, പൊക്കിയെടുത്തു. കൈലാസം കിടന്നാടി. ദേവന്മാർ വിറപൂണ്ടു. എന്തിന്? ഭയങ്കരിയായ പാർവതി വരെ ഭയന്ന് ശങ്കരനെ ആലിംഗനം ചെയ്തു. മണ്ടോദരി, നമ്മുടെ കൈകളെ പാദം കൊണ്ട് പർവ്വതത്തിനിടയിലിട്ട് ഞെരിച്ചു. നാം അലമുറയിട്ടു. പ്രളയം അടുത്തതായി ഏവരും ഭയന്നു. സ്വർഗവും ഭൂമിയും കടലും ആകാശവുമെല്ലാം വിറച്ചു. അമാത്യന്മാർ പറഞ്ഞതുകൊണ്ട് മാത്രം നാം നീലകണ്ഠനെ സ്തുതിച്ചു. കവിയും പണ്ഡിതനും ഗായകനുമായ നമ്മുടെ സ്തുതിയിൽ നീലകണ്ഠൻ സന്തോഷിച്ചു. ജടാഗടാഹ സംഭ്രമ ഭ്രമന്നിലിംപ നിർജരെ വിലോല വീജി വല്ലരി വിരാജമാന മൂർധനി. നമ്മെ പശുപതി വാഴ്ത്താൻ തുടങ്ങി. 3 ലോകത്തെയും പേടിപ്പെടുത്തിക്കൊണ്ട് രവം പുറപ്പെടുവിച്ച നമ്മെ രാവണൻ എന്ന് സ്തുതിച്ചു. മാത്രമല്ല, നമ്മെ സ്വതന്ത്രനാക്കി യഥേഷ്ടം സഞ്ചരിക്കുവാൻ അനുഗ്രഹിച്ചു. അതുകൂടാതെ നമുക്ക് സമ്മാനിച്ച ഒന്നാണ് ഈ വാൾ, ചന്ദ്രഹാസം. ഈ പ്രപഞ്ചം മുഴുവൻ രാവണൻ ദുർജയനാണെന്ന് അറിഞ്ഞിരിക്കുന്നു. മേഘനാഥ, വാവിന്നാൾ കോൽക്കൊണ്ട കടൽ പോലെ ശത്രുസേനയിലേക്ക് കടന്നു കയറുന്നവൻ, ബ്രഹ്മാസ്ത്ര വേത്താവ്, പ്രാജ്ഞൻ, മഹാബലൻ, രുദ്രനാൽ പണ്ട് മഹാമായെ സമ്മാനിച്ചവൻ, അതിരഥൻ, സർവലോക ഭയങ്കരൻ, ബ്രഹ്മവരത്താൽ ബ്രഹ്മാസ്ത്രവും കാമകങ്ങളായ കുതിരകളെയും വശത്താക്കിയവൻ, നമ്മുടെ കോമളനായ പുത്രൻ. അന്തപുരത്തിലെ രാക്ഷസ കന്യകമാരുടെ കേഴൽ അസഹ്യം. വേനലിലെ സൂര്യരശ്മികൾ പോലെ നമ്മുടെ ശരീരം ഇതാ ആളിക്കത്തുന്നു. ആദ്യത്തെ സമപ്രദമായ കവചം ധരിച്ചവനാണ് നാം. ഹേ രാമ, ലക്ഷ്മണ, അമ്പോടത്ത് ബ്രഹ്മാവ് നമുക്ക് നൽകിയ വില്ലുണ്ട്. ആരെവിടെ? 1000 പെരുമ്പറയടിച്ച് ആ വൻ വില്ലെടുക്കുവേൻ. ആ മർക്കടന്മാരെ വധിക്കാൻ മേഘനാഥ, നാം നിന്റെ പിതാവിതാ അത് സത്യമാക്കാൻ പോകുന്നു. ആ ക്ഷത്രിയാധമനെ അനുവർത്തിക്കുന്ന സീതയെ നാം ഇപ്പോൾ തന്നെ കൊല്ലുന്നതാണ്. ഹേ സുപാർശ്വ, അമാത്യ, നീ പറഞ്ഞത് ശരി തന്നെ. ഇന്ന് കൃഷ്ണപക്ഷ ചതുർദശി. നാളെ അമാവാസിയിൽ പുറപ്പെടാം. ദാശരഥി രാമ, തയ്യാറായിക്കോളൂ ഈ ദശാനനോട് ഏറ്റുമുട്ടാൻ. എന്തായാലും ഈ വേദിയിൽ പലരുടെയും
പല ക്യാരക്ടേഴ്സിന്റെയും പല പല ഭാവങ്ങൾ കാണാൻ പറ്റി. പക്ഷെ ഞാൻ രാവണന്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ, കാരണം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞു. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ. ആ ഡയലോഗ് പറഞ്ഞ വഴിക്ക് ഞാനൊന്ന് അലോട്ടാ, ഇനിയിപ്പോ അങ്ങോട്ടെങ്കിലും വന്ന് എനിക്ക് ഇട്ടൊരെണ്ണം തരൂ. ഇവരുടെ പ്ലാൻ എന്തൊക്കെയാന്ന് നമുക്ക് അറിയൂ. അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. എന്തോ ഒരു രാക്ഷസ കന്യകമാരോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എന്തോ എവിടെ കൊണ്ട പോലെയൊക്കെ ഒരു തോന്നലും തോന്നി. കയ്യിന്നിട്ട് പറഞ്ഞതാണോ നമ്മൾ ആ സമയത്താണ് ഇങ്ങനെ വന്നത്, ഇങ്ങനെ ഒരു വരവ്. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇവനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പൊ കമന്റ്സ് ചോദിച്ചാലോ? നിങ്ങൾ മോശമായി എന്നല്ല കേട്ടോ, ഇവൻ എന്നെ ഒന്ന് ഭയപ്പെടുത്തിയായിരുന്നു, അതുകൊണ്ടാ. അപ്പൊ ഇനി കമന്റ്സിലേക്ക് കിടക്കാം. സ്വാമിജി, അതിഗംഭീരമായിരുന്നു ശരിക്കും. അത് ഈ സന്ദർഭം ഒരുക്കിയ ആളുടെ ഒരു മനോഭാവം അത് വളരെയധികം പ്രതിഫലനം ചെയ്തു ഇതിൽ, വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ രാവണൻ്റെയൊക്കെ ശൃംഗാരം എങ്ങനെയാവുമെന്ന് എല്ലാവരും സംശയിച്ചു. പക്ഷെ അതൊക്കെ വളരെ മനോഹരമാക്കി തീർത്തു. ഒരു കുറ്റവും നമുക്ക് കാണുന്നില്ല. ഇവിടെ പറയും ഇവിടെ, പക്ഷെ നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നില്ല. അത്ര സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ 3 പേരും. ആ രാവണനുമായിട്ട് ശരിക്കും താതാമ്യപ്പെട്ടു തന്നെയാണ്. അദ്ദേഹം കൈ ചുരുട്ടി പിടിച്ച് അന്നേരം മുതൽ ഇരിക്കുകയാണ്. ഏതായാലും നമുക്കറിയാം രാവണൻ എന്ന ആ ഒരു പൗരുഷഭാവം രാവണൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് രാമൻ പോലും ഒരു സമയത്ത് രാവണനെ കാണുന്ന സമയത്ത് ഇത്രയും പൗരുഷമുള്ള ഒരാളോ എന്ന് അതിശയിക്കുന്നുണ്ട്. അത്രയും പൗരുഷം നിറഞ്ഞു നിന്നിരുന്നു എന്നാണ്. പക്ഷേ ജീവിതത്തിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വീരപരാക്രമിയാണെങ്കിലും അവസാനം അതിൻ്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ജീവിതം എവിടെ പോയാലും അത് സർവനാശത്തിലേക്ക് കലാശിക്കുകയുള്ളൂ എന്നുള്ള വലിയൊരു സന്ദേശമാണ് അവിടെ രാവണനിലൂടെ അവിടെ ഋഷി നമ്മളോട് പറയുന്നത്. ശരിക്കും നിങ്ങൾ 3 പേരും വളരെ നന്നായി അത് അഭിനയിച്ചു. 3 പേർക്കും എല്ലാ അഭിനന്ദനങ്ങളും. നമസ്കാരം. നന്ദി സ്വാമിജി. സർ, ശൃംഗാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നള കുബരൻ്റെ ഭാര്യയായ രംഭയുടെ മേലുള്ള ശൃംഗാരമായിരിക്കും എന്ന് ഞാൻ അപ്പോഴേ ഒന്ന് ഊഹിച്ചു. കാരണം അത് അത്ര ലളിതമായിരുന്നില്ല. ഈ കുബേരൻ്റെ മകനാണ് നളകുബരൻ, അയാളുടെ ഭാര്യയാണ് രംഭ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുത്രവധുവാണ്. അപ്പോൾ അവൾ പറയും, ഞാൻ അങ്ങേക്ക് പുത്രവധുവാണ്, മാത്രവുമല്ല ഞാൻ അദ്ദേഹത്തിൽ അനുരക്തയുമാണ്, അതുകൊണ്ട് എനിക്കിത് സാധ്യമല്ല എന്ന് പറയുമ്പോൾ നീ നാഗവേശിയാണ്, അതുകൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ചാരിത്രം നീ പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് അവളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അതിൽ അദ്ദേഹം ഒരു ശാപം ഏറ്റുവാങ്ങുകയും ചെയ്തു. ആ ശാപത്തിൻ്റെ ഭയം കൊണ്ടാണ് അശോകവനിയിൽ സീതയെ ബലാത്കാരം ചെയ്യാതിരുന്നത്. കാരണം സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ സ്പർശിച്ചാൽ തല പൊട്ടിത്തെറിക്കും എന്നായിരുന്നു ശാപം. ആ ശാപം കിട്ടിയതാണ് ഈ ശൃംഗാരത്തിൻ്റെ ഒരവസ്ഥ. ആ 3 സെലക്ഷൻ ഗംഭീരമായി എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയട്ടെ. പിന്നെ 3ാമത്തെ രാവണൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലുള്ളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ചിരി വരുമ്പോഴേക്കും എല്ലാവരും പോകുന്നുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ലക്ഷ്മി ടീച്ചർ, വളരെ വളരെ ഗംഭീരായിരുന്നു. ഒന്ന്, നമ്മളൊക്കെ രാവണന്റെ ആരാധകരായി പോയി. രാവണന്റെ സ്വഭാവത്തിന്റെ അല്ല, രാവണന്റെ അനുഭവത്തിന്റെ, അഭിനയത്തിന്റെ ആരാധകരായി. പ്രത്യേകിച്ചും 1, 2, 3 രാവണന്മാർ. 2ാം രാവണൻ നല്ല അഭ്യാസിയായ രാവണൻ, അതൊക്കെ വളരെ ഗംഭീരമായിരുന്നു. 1ാമത്തെ രാവണന്റെ ഡയലോഗുകൾ പോലും ഞാൻ ഓർക്കുന്നു. പലപ്പോഴും നമ്മളും രാധാകൃഷ്ണ സാർ പറഞ്ഞ പോലെ നമ്മളും ആശങ്കിച്ചിരുന്നു രാവണന്റെ ശൃംഗാരം ഏത് രീതിയിലായിരിക്കും. ഞാൻ കരുതിയത് നിങ്ങൾ അഴകിയ രാവണനായിരിക്കും അഭിനയിക്കുന്നത് എന്ന്. എന്തായാലും ഒരു കേരളത്തിന്റെ ഒരു രംഗവേദിയിലേക്ക് വന്നാൽ, കേരളത്തിന്റെ ഒരു രംഗവേദിയിൽ രാവണന്റെ വ്യത്യസ്തമായ ഭാവങ്ങൾക്കുള്ള അവസരമുണ്ട്. ഞാനിത് കണ്ടപ്പോൾ ആദ്യം ഓർത്തത് രംഭാപ്രവേശമാണ്. കഥകളിയിലെ രംഭാപ്രവേശം ഓർത്തുകൊണ്ടാവാം ഒരുപക്ഷെ നിങ്ങളിത് തിരഞ്ഞെടുത്തത്. അരികിൽ വരിക മാനിനി എന്ന പദമൊക്കെയാണ് ഞാൻ ആദ്യം ഓർത്തത്. അതുപോലെ കൈലാസോദ്ധരണമാണ് 2ാമത്തെ രംഗം കണ്ടപ്പോൾ ഓർത്തത്. അപ്പൊ കൂടിയാട്ടവും കഥകളിയും ഉൾപ്പെടുന്ന കേരളത്തിന്റെ ദൃശ്യവേദിയിലേക്ക് വളരെ ഭംഗിയായി രാവണന്റെ ഈ ജളനായിട്ടുള്ള ഭാവം, രാവണന്റെ ഏറ്റവും പ്രൗഢമായ വീരനായകൻ എന്നുള്ള ഭാവം പോലും കേരളത്തിന്റെ രംഗവേദിയിൽ ഏറ്റവും സമർത്ഥമായി പ്രയോഗിച്ചിട്ടുണ്ട്.
എന്തായാലും അവതരണത്തിൽ ഏറ്റവും മികച്ചു നിന്നു. വളരെ ഗംഭീരമായി അഭിനന്ദനം. താങ്ക് യു ടീച്ചർ. മുരളി ചേട്ടാ? യെസ്, എന്നെ എണീപ്പിച്ച് നിർത്തും. എക്സലന്റ്, എക്സലന്റ്. ബഹുമാനിച്ചിരിക്കുന്നു. ബ്രില്യൻ്റ് ആയിരുന്നു, ബ്രില്യൻ്റ്. 3 ആക്ടേഴ്സും ബ്രില്യൻ്റ് ആയിരുന്നു. ഞാൻ പറയാം അതിനെക്കുറിച്ച് പറയാം. വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ടു സീ 3 ഗുഡ് ആക്ടേഴ്സ്, 3 എക്സലൻ്റ് ആക്ടേഴ്സ്. ഇതിൻ്റെ ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ചോയ്സ് ഓഫ് സീൻസ് ഇറ്റ് മാറ്റേഴ്സ്. എൻ്റെ അറിവനുസരിച്ച് ഇവിടുന്ന് ചാനലിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ഇന്ന എമോഷൻ എന്നുള്ളത് മാത്രമാണെന്നാണ് എൻ്റെ അറിവ്. ഏത് സീൻ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്, എവിടെ നിന്ന് എന്തെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അതത് സ്കൂളുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു 3 സീക്വൻസസ് രാവണൻ്റെ എടുക്കാൻ വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സലൻറ്റ്. അത് നിങ്ങൾക്കല്ല, നിങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കുള്ളതാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കുള്ള മറ്റൊരു മാർക്ക് കൂടി ഞാൻ പറയാം. അത് ഇതിൽ രാവണൻ എന്നുള്ള കഥാപാത്രത്തിലേക്ക് 2 പെൺകുട്ടികളെ കാസ്റ്റ് ചെയ്തതിനാണ്. അത് പലപ്പോഴും പലരും ചെയ്യാറില്ല അത്. ഓക്കെ, നല്ല തുടക്കമായിരുന്നു കേട്ടോ. എന്താ മോളുടെ പേരെന്താ? ദുർഗ. ദുർഗയുടെ തുടക്കമൊക്കെ കലക്കി കേട്ടോ. അസലായിരുന്നു. ആക്ച്വലി മഴ എന്ന് ദുർഗ പറയുന്നതിന് മുമ്പേ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എനിക്കിവിടെ നനഞ്ഞു കഴിഞ്ഞിരുന്നു. കാരണം ബിക്കോസ് അഗെയിൻ ഐ എം ഗിവിംഗ് ദറ്റ് സ്ട്രെസ് ടു ദറ്റ് ഇന്റേണൽ ആക്ടിങ്. അകമേ ഇത് വന്നു കഴിഞ്ഞാൽ മാജിക്കാണ്. കാരണം അവിടെ നിന്ന് മഴ നനയുമ്പോൾ എനിക്കിവിടെ കുളിരണമെങ്കിൽ അത് അകമേ വരുന്നതിൻ്റെ ആ മാജിക്കാണ്. മനസ്സിലായില്ലേ? അവിടെ വരുന്ന രസം, അതായത് ഇവിടെ നിന്നാണ് അങ്ങോട്ട് വരുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് വരികയാണത്. അതാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു വ്യത്യാസം. സിനിമയിൽ അതില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ യഥോ ഹസ്തസ്തോ ദൃഷ്ടി, യഥോ ദൃഷ്ടിസ്തോ മന, യഥോ മനസ്തോ ഭാവ. 3 പേർക്കുമുള്ള ഒരു നോട്ട് അതുകൂടെ സാറ് പറഞ്ഞു കഴിഞ്ഞു. ചിരി മാത്രമാണ് പ്രശ്നം. എങ്ങനെയാ ചിരിക്കുക? നമ്മൾ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ അതറിയണ്ടേ? എങ്ങനെയാ ചിരിക്കുക? ഒന്ന് ചിരിച്ചേ. കുഴപ്പമില്ല, അത് ഇപ്പൊ ചിരിച്ചത് കുഴപ്പമില്ല. മനുഷ്യൻ ചിരിക്കുന്ന കാര്യമാണ്. ഹാ 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 എന്ന് പറയുന്ന ചിരിയേ അല്ല, അത് എഴുതി വെച്ചിരിക്കുന്ന ചിരിയാണ്. മനസ്സിലായില്ലേ? ചിരിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ കരയുന്ന പോലെ തന്നെയാണത്. മനസ്സിലായില്ലേ? ഇനി ഞാൻ രണ്ടാമത്തേലേക്ക് കടക്കാം. രണ്ടാമത്തത് അഗെയിൻ ഗുഡ് എൻട്രി, വെരി ഗുഡ് എൻട്രി. ആ എൻട്രി മാത്രമല്ല എനിക്കിഷ്ടമായത്, മറ്റേ രണ്ട് ആക്ടേഴ്സിനെ വെറുതെ നിർത്താതെ ഇവിടെ കൊണ്ടുവന്നത്. ഇറ്റ് വാസ് എക്സലൻറ്റ്. നമ്മൾ ഈ സജഷൻ നേരത്തെ എല്ലാവരോടും പറഞ്ഞിരുന്നു, പക്ഷെ ഇവിടെയാണ് അതിപ്പോൾ ഉപയോഗിച്ച് കണ്ടത്. ആ 2 ആക്ടേഴ്സിനെ നിർത്തിയതും ആ ഒരു ചുവന്ന ടവലെടുത്ത് തുടച്ചൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, പറയാൻ വാക്കുകളില്ല. അത്ര നന്നായിരുന്നു അത്. അതവിടെ പിടിച്ചു നിന്നതും എല്ലാം നന്നായിരുന്നു. എന്താ പേര് മോളുടെ? വൈഗ. വൈഗ, ഇത് പൊക്കുന്നതിൻ്റെ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞേ. നാം ആദ്യം നമ്മുടെ കൈകളെ പർവ്വതത്തിലേക്കിട്ടു, പൊക്കിയെടുത്തു, പർവ്വതം കിടന്നാടി. അത് കുറെ കൂടി എലോബറേറ്റ് ചെയ്യാമായിരുന്നു. ടക്കുന്നെടുക്കാതെ ഇത് പൊക്കി അതിട്ട് പതുക്കെ 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 അങ്ങനെ കൊണ്ടുവന്ന് വലുതാക്കി നിർത്തി. അപ്പോഴൊക്കെ ഡയലോഗ് പറയാട്ടോ, മനസ്സിലായോ? പക്ഷെ അപ്പോഴൊക്കെ ഇതിൻ്റെ സ്ട്രഗിള് കുറച്ചുകൂടി എലോബറേറ്റ് ചെയ്യാമായിരുന്നു. അത് പിന്നെ ചെയ്യാൻ കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ടറാണ് മോള്. പിന്നെ അഗെയിൻ കൺട്രോൾ വാസ് റിയലി ഗുഡ്. കൺട്രോൾഡ് ആക്ടിങ് ആയിരുന്നു അത്. കൺട്രോൾ, വെറുതെ ആക്ട് ചെയ്താൽ പോരാ, യു ഷുഡ് കൺട്രോൾ ഇറ്റ്. ശൃംഗാരത്തിലും ഉണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഒറ്റക്കാലിൽ നിന്നിട്ടുള്ള മറ്റേ ഇതുണ്ടല്ലോ, പ്രാർത്ഥന, കണ്ണടയ്ക്കാമായിരുന്നു. കണ്ണ് തുറന്നതിന് പകരം, കാരണം അവിടെ കണ്ണിന് പ്രസക്തിയില്ല. മനസ്സിലായില്ലേ? കണ്ണടച്ചങ്ങ് നിന്നിരുന്നെങ്കിൽ കുറെ കൂടി ബെറ്റർ. ഇതൊക്കെ പോയിന്റ്സ് ആണ് കേട്ടോ, ഇതൊന്നും കുറ്റമല്ലേ, പോയിന്റ്സ് ആണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നാകാമായിരുന്നു എന്നുള്ള പോയിന്റ്സ് മാത്രമാണ്. എനിവേ, ആ സെക്കൻഡ് പീസ് എനിക്ക് തോന്നിയത് നല്ലൊരു ഒരു മോണോലോഗാണത്. അത് ആ മോണോലോഗ് ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് കൊടുത്തത്. അത് വളരെ നന്നായിരുന്നു. നൗ ദ തേർഡ് വൺ, എക്സലൻ്റ് ആയി. മോൻ്റെ പേരെന്താണ്? നിവേദ്. എക്സലൻ്റ് ആയി കേട്ടോ. തുടക്കത്തിൽ തന്നെയുള്ള മേഘനാഥ എന്നുള്ള വിളി തന്നെ അവിടെ ഇത് കഴിഞ്ഞു. അത് മനസ്സിലായില്ലേ? പിന്നെ അവിടെ നമുക്ക് താഴെ വരാൻ പറ്റില്ല, കാരണം അവിടെ നിന്ന് മേലോട്ട് കയറി പോവുക തന്നെയാണ് ചെയ്തത്. വേറൊരു അഭിപ്രായ വ്യത്യാസം എനിക്ക് അവിടെ ഉള്ളത്, അവിടെ സിംഹാസനം കൊണ്ടുവന്ന് വെച്ച സ്ഥിതിക്ക് അത് കുറച്ചുകൂടി ഉപയോഗിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. റാദർ ദാൻ അഗെയിൻ വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ. ചിലത് അവിടെ ഇരുന്ന് ചെയ്യാമായിരുന്നു. 3 പേരുടെയും ഫിനിഷിങ് ഗംഭീരമായിരുന്നു. ഇപ്പം നമ്മൾ നേരത്തെ മേഘനാഥ
എന്ന് വിളിച്ചില്ലേ? എങ്ങനെ വിളിച്ചു നോട്ടെ? മേഘനാഥ. ആ, ഇതുപോലെ ഒന്ന് വരതേ എന്നൊന്ന് വിളിച്ചേ. എന്തിനാ പറയാൻ പറ്റുമോ നോക്കട്ടെ. ഒന്ന് വരദേ. എക്സലന്റ് എക്സലന്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മുരളി ചേട്ടാ. മുരളി ചേട്ടൻ്റെ അടുത്തുനിന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ കേക്ക് എണീറ്റ് നിന്നിട്ട് അഭിനന്ദിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നിങ്ങൾ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും അടിക്കും കേട്ടോ. 3 പേർക്കും അടിക്കും ഫസ്റ്റ് പ്രൈസ്. അതാണ് ഇന്നത്തെ അവസ്ഥ. എന്തായാലും ഹാപ്പി അല്ലേ എല്ലാവരും? ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. 4 എന്റെ രാവണ. ധൈര്യമായി ഒന്ന് തൊടാൻ ചെറുതായിട്ട് വരതേന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തായാലും മാർക്സ് ചോദിക്കാം. സ്വാമിജി ഔട്ട് ഓഫ് 10? മാർക്ക് കുറയ്ക്കുന്നില്ല, 10 തന്നെ. 10ൽ 10. സൂപ്പർ സർ. 9. 10ൽ 9 മാർക്ക്. ലക്ഷ്മി ടീച്ചർ 9.5. 9.5 ഔട്ട് ഓഫ് 10. മുരളി ചേട്ടാ 20ൽ 19 മാർക്കുണ്ട്. 19 മാർക്ക്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് ലോട്ടറി അടിക്കാം. അത് ഫസ്റ്റ് പ്രൈസ്. 47.5 ആണ് 50ൽ കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ ആയിരുന്നു. ഇനിയിപ്പോ ഇവർ ഇത്രയും സന്തോഷമായിട്ടൊക്കെ നിൽക്കല്ലേ, ഈ ഒരു പെർഫോമൻസ് അങ്ങോട്ട് അവസാനിപ്പിക്കാനോ ഇവരെ അങ്ങ് പറഞ്ഞു വിടാനോ തോന്നുന്നില്ല. അതുകൊണ്ട് വേറൊരു പെർഫോമൻസ് ഞാനിങ്ങനെ സംഘടിപ്പിച്ച് വെക്കുന്നുണ്ട്. എന്താണോ? ഒരു കഥകളി അല്ലേ? അല്ലേ? ഒരു ചെറിയൊരു പോർഷൻ കഥകളി ചെയ്യാനായിട്ട് അല്ലേ? രാവണന്റെ ഈ വേഷത്തിൽ തന്നെ ചെയ്യാലോ. അപ്പൊ ഈ ഒരു വേഷത്തിൽ തന്നെ നമുക്ക് കാണാം അല്ലേ? ഗംഭീര വിക്രമ വീര സഹോദര ഗംഭീര വിക്രമ വീര സഹോദര കുംഭകർണ സഹജ കുംഭകർണ സഹജ സംഭാഷിത സുമതേ സംഭാഷിത സുമതേ സുമതേ അപ്പൊ രാവണനായിട്ട് മുമ്പേ ലേശം പരിചയം ഉണ്ടായിരിക്കണു. അതെ അല്ല, എപ്പോഴും രാവണനെ തന്നെ തെരഞ്ഞെടുത്തിരിക്കണം. അതെ 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 അതെ. അപ്പൊ ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഇത്രയും കലക്കിയത് സ്റ്റേജില്. പക്ഷെ എനിക്ക് എന്തായാലും മോളുടെ ആ പെർഫോമൻസ് ശരിക്കും ഒന്ന് വേദിയിൽ കാണുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നിയോട്ടെ ഈ ഒരു ചെറിയൊരു പീസ് കണ്ടപ്പോഴത്തേനും. താങ്ക് യു. ഇതിന്റെ ഇടയിൽ എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞായിരുന്നു, പക്ഷെ ഓഫ് റെക്കോർഡിലായി പോയി എന്ന് പറഞ്ഞ് പറയില്ല. ഞങ്ങൾ ആരോടും പറയില്ല. പറഞ്ഞു ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ മന്ത്രിയായിട്ട് വന്നിരുന്നു. അപ്പൊ ഇത് തരണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അയച്ചപ്പോഴേക്കും കാണാനില്ല. അത് വേണേ കൊടുക്കാം, എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും
ഇവിടെ നിന്നിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കായിരുന്നേ. ഞങ്ങൾ ഈ പെർഫോമൻസ് കാണാൻ സൈഡിലേക്ക് ആയിട്ടേ ഇവരിത് റെഡിയാക്കണ ടൈം ഉണ്ടല്ലോ. അപ്പൊ പറയാ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം തരാന്ന് പറഞ്ഞിട്ടാണ് നിക്കണേ. ഇവിടെ ഒരക്ഷരം മിണ്ടിയവൻ. എന്തായാലും ഇത് ഞാൻ മേടിച്ചിട്ടേ ഇന്ന് പോവുള്ളൂ. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു, കഥകളിയും നല്ലതായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയുള്ള റൗണ്ടുകളിൽ നമുക്ക് വീണ്ടും വീണ്ടും ഈ വേദിയിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ യുദ്ധഭൂമിയിലെ ശമ പ്രാർത്ഥനകൾ എന്നൊരു വിഷയത്തിന് ആസ്പദമാക്കിയുള്ള ഒരു ഡിബേറ്റ് റൗണ്ട് കണ്ടു. അതിനുശേഷം രാവണന്റെ 3 ഭാവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ശ്രേഷ്ഠ ഭാരതം പൈതൃക ഭാരതത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ആചാര്യസഭയ്ക്ക് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, ശുഭദിനം.